സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. അല്ലാഹുമ്മ റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. ഏറെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിലെല്ലായ്പ്പോഴും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് അനുസരിച്ച് ജീവിക്കണമെന്ന് എന്നെ മറക്കാതെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യാൻ. അള്ളാഹു തരത്തിൽ അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം അനുഷ്ഠിച്ച നമ്മുടെ നോൻപും നമസ്കാരവും എല്ലാ ഇബാദത്തുകളും പടച്ചറബ് സൽക്കർമ്മമാക്കി അവൻ സ്വീകരിക്കുന്ന, അവൻ തൃപ്തിപ്പെടുന്ന അമലുകളാക്കി മാറ്റുമാറാകട്ടെ. പരിശുദ്ധ റമളാനിൻ്റെ അവസാനത്തിലേക്ക് കടക്കാൻ വളരെ സുപ്രധാനമായ ഒരു മനുഷ്യ ജീവിതത്തിൽ, ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ സ്വർഗപ്രവേശനം ആഗ്രഹിക്കുന്ന, നരകമോചനം കൊതിക്കുന്ന ഓരോരുത്തരും വളരെ ഗൗരവപൂർവം ശ്രദ്ധിക്കേണ്ടതും അനുഷ്ഠിക്കേണ്ടതുമായ ഒരു വിഷയമാണ് നമ്മൾക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. സാധാരണ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് പോലെ ഒരു ഇമ്പമുണ്ടാവുന്നതോ ഒരു കഥ കേട്ടിരിക്കുന്ന ഒരു ലാഘവോ അല്ല ഈ ഒരു വിഷയത്തിനുണ്ടാവുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ നമ്മുടെ പള്ളികളുടെ പേരുകളൊക്കെ സലഫി മസ്ജിദും നമ്മുടെ മദ്രസകൾ മുഴുവൻ സലഫി മദ്രസകളും, എല്ലായിടത്തും പേരുകളിൽ സലഫിയും സലഫിയത്തും നമ്മൾ കാണുമ്പോഴും എന്താണ് ഈ സലഫും, എന്താണ്, ആരാണ് ഈ സലഫുകൾ, എന്താണ് സലഫിയത്ത്, എന്താണ് ഈ മൻഹജ് എന്നൊക്കെ അറിയേണ്ടത് അനിവാര്യമാണ്. പടച്ച റബ്ബ് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ആ സൃഷ്ടിപ്പിന് ശേഷം മനുഷ്യരാശിയെ ലോകത്തേക്ക് പറഞ്ഞയക്കുകയും ചെയ്യുകയാണ്. മറ്റനേകം സൃഷ്ടിജാലങ്ങളിൽ നിന്ന് മനുഷ്യരെ അള്ളാഹു പ്രത്യേകമാക്കുന്നുണ്ട്, അവനെ ആദരിക്കുന്നുണ്ട്. വലഖദ് കർറംനാ ബനി ആദം, ആദം സന്തതിയെ പടച്ച റബ്ബ് ആദരിക്കുന്നുണ്ട്. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹ്ർ വറസഖ്നാഹും മിനത് ത്വയ്യിബാത് വഫദ്ദൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീല. സൂറത്തുൽ ഇസ്രായിലെ 70-ാമത്തെ വചനം. മറ്റനേകം സൃഷ്ടിജാലങ്ങളിൽ നിന്ന് മനുഷ്യരെ അള്ളാഹു പ്രത്യേകമാക്കി, അവന് ശ്രേഷ്ഠത നൽകി. മറ്റ് ജീവജാലങ്ങൾക്കില്ലാതെ ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകവും അള്ളാഹു മനുഷ്യന് നൽകി. ആ മനുഷ്യന് ഭൂമിയിലേക്ക് അയക്കുമ്പോൾ ആ മനുഷ്യന്റെ ജീവിതം എങ്ങനെയാവണം, എന്താണ് നന്മ, എന്താണ് തിന്മ എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ അവന് സ്വയം സാധിക്കില്ല. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചു. ഓരോ സമൂഹത്തിലേക്കും ഓരോ തലമുറയിലേക്കും പടച്ച റബ്ബ് പ്രവാചകന്മാരെ നിയോഗിച്ചു. നിങ്ങളുടെ ജീവിതം എന്താവണം, ഈ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്, എന്തിനു വേണ്ടിയാണ് നാം ജീവിക്കുന്നത്, ഇതിന് ശേഷം ഒരു പരലോകവും അവിടെ സ്വർഗ നരകങ്ങളുണ്ട്, ആ സ്വർഗത്തിലേക്കുള്ള വഴി എങ്ങനെ തെരഞ്ഞെടുക്കാം, എങ്ങനെ ആ സ്വർഗത്തിലേക്ക് എത്താം എന്ന മെസ്സേജുമായി ബഷീറും വനദീറ, അവർക്ക് സന്തോഷ വാർത്തയും താക്കീതുമായി പ്രവാചകന്മാർ വന്നു. അതിന്റെ അവസാനം മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നിയോഗിതനായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ 23 വർഷം ആ ഒരു ദീൻ ലോകത്തിന്, മാലോകർക്ക് പഠിപ്പിച്ചു കൊടുത്തു. 23 വർഷം കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദീൻ പൂർത്തിയാക്കി. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ആ ദീനിനെ പടച്ച റബ്ബ് മനുഷ്യർക്ക് തൃപ്തിപ്പെട്ട് നൽകിയ ഒരു മതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾക്ക് നൽകി. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു. ഇസ്ലാം അല്ലാതെ, ഈ ദീനല്ലാത്ത ഒന്നിനെ അവർ മതമായി സ്വീകരിക്കുകയാണെങ്കിൽ ഫലൻ യുഖ്ബല മിൻഹു, അവരിൽ നിന്ന് അത് സ്വീകരിക്കൂല, അത് സ്വീകരിക്കപ്പെടൂല. പടച്ചോന്റെ അടുക്കൽ സ്വീകാര്യമായത്, റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യമായത് ആ ഒരു ഇസ്ലാമാണ്. ആ ഇസ്ലാം
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർത്തിയാക്കി തൃപ്തിപ്പെട്ടു നമ്മൾക്ക് നൽകി. അതിനുശേഷം തലമുറകൾ കഴിഞ്ഞു പോയി. ഇന്നൊരു 1400 വർഷങ്ങൾക്കപ്പുറം ഇന്ന് നിൽക്കുമ്പോൾ ഇന്ന് ആ ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെടുന്ന ആളുകൾ എല്ലാ കൂട്ടരും പറയുന്നത് ഞങ്ങളും ഖുർആനും സുന്നത്തിന്റെ ആളുകളാണ്, ഞങ്ങൾ പറയുന്നതാണ് ഖുർആന്. പടച്ചവനല്ലാതെ പടപ്പുകളോട് ആരാധിക്കാൻ പറയുന്ന ആളുകളും ഓതുന്നത് ഖുർആനിന്റെ ആയത്താണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ശേഷം മറ്റൊരു പ്രവാചകനുണ്ട് എന്ന് പറയുന്ന ആളുകളും ഓതുന്നത് പരിശുദ്ധ ഖുർആനിന്റെ വചനമാണ്. ഇത്തരത്തിലുള്ള എല്ലാ ശിർക്കൻ വിശ്വാസങ്ങൾക്കും അവർ പ്രമാണമായി പറയുന്നത് ആയത്തും ഹദീസ് തന്നെയാണ്. എത്രയോ സംഘടനകൾ, സംഘങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. എല്ലാവർക്കും പറയാനുള്ളത് ഖുർആനും ഹദീസാണ്. ഒരു മനുഷ്യൻ പുതുതായി ഇസ്ലാമിലേക്ക് വരാൻ അയാൾക്ക് അറിയണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഇസ്ലാം ഏതാണ്. ഇവരും പറയുന്ന ഖുർആൻ, മറ്റവരും പറയുന്ന ഖുർആൻ, അവരും ഹദീസ് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ഏതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത, പടച്ച റബ്ബ് തൃപ്തിപ്പെട്ട് കൊടുത്തു എന്ന് പറഞ്ഞ ആ ദീൻ ഏതാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടതുണ്ട്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ബദഅൽ ഇസ്ലാമു ഗരീബ, ഒരു അപരിചിതമായ ഒരു അവസ്ഥയിലാണ് ഇസ്ലാമിന്റെ തുടക്കം, പ്രാരംഭം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വന്ന് പ്രബോധനം നടത്തുമ്പോൾ അവർക്കൊരു അപരിചിതമായി, അവർ ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത, അവരറിഞ്ഞിട്ടില്ലാത്ത പുതിയൊരു മതമായി വന്നിരിക്കുകയാണോ എന്നുള്ളൊരു ചിന്തയാണ് അവർക്കുണ്ടായത്. ഫസയഊദു ഗരീബൻ കമാ ബദഅ, ആദ്യത്തിൽ ഉണ്ടായിരുന്ന അതേ ഖറാബത്തിലേക്ക്, അതേ ഒരു അപരിചിതത്തിലേക്ക് ഇസ്ലാം എത്തും. ഇസ്ലാമിന്റെ അടയാളങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകൾ, വസ്ത്രവിധാനങ്ങൾ കാണുമ്പോ, താടി കാണുമ്പോ, സ്ത്രീകളുടെ വസ്ത്രധാരണങ്ങൾ കാണുമ്പോ അവരൊറ്റപ്പെടുന്ന ഒരവസ്ഥ, അവർക്കൊരു അപരിചിതത്വം, അവരെന്തോ ഒരു മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് വന്ന ആളുകളെ പോലൊരു ഒറ്റപ്പെടുത്തപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. ഫതൂബാലിൽ ഖുറബ, അവരെ സന്തോഷ വാർത്തയുള്ളത്, അവിടെ സന്തോഷിക്കാനുള്ളത് ഈ ഒറ്റപ്പെടുത്തപ്പെടുന്ന ആളുകൾക്കാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഇസ്ലാം യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്ത ദീൻ ഏതാണ്? ഇതെല്ലാരും ഓരോന്ന് പറഞ്ഞതും ഞാൻ പഠിക്കണമെന്നില്ല, എനിക്കിത് പഠിച്ചിട്ടൊന്നും എത്തൂല്ല, ഞാൻ എങ്ങനെയാണുള്ളത് അങ്ങനെ ജീവിക്കാന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ, അല്ല എങ്ങനെയാണോ ഞാൻ ഉണ്ടായിരുന്നത് അതുപോലെ ജീവിച്ചോളൂ. എല്ലാരും ഖുർആനാ പറയുന്നത്, എല്ലാരും ഹദീസാ പറയുന്നത്, അതുകൊണ്ട് എനിക്കിതൊന്നും പഠിക്കാനുള്ള സമയമില്ല. ഒരു കച്ചവടക്കാരൻ ഒരു കച്ചവടം തുടങ്ങുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നല്ല സ്റ്റഡി നടത്തിയിട്ട് അവർ കച്ചവടം തുടങ്ങുള്ളൂ. ആളുകൾ എത്തുന്നുണ്ടോ, അവിടെ മാർക്കറ്റ് എന്താണ്, കസ്റ്റമേഴ്സ് എത്തോ, എല്ലാം അന്വേഷിച്ച് പഠിച്ചായിരിക്കും ഒരു കച്ചവടക്കാരൻ അവന്റെ ഒരു സ്ഥാപനം തുടങ്ങുക. ഒരു വിദ്യാർത്ഥി ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് മുഖേന അവൻക്ക് ലഭിക്കാനുള്ള ജോലി സാധ്യതകൾ അവൻ അന്വേഷിക്കും, അതിന്റെ സ്കോപ്പ് അവൻ നോക്കും. എല്ലാം പഠിച്ചിട്ടായിരിക്കും ഒരു വിദ്യാർത്ഥി ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുക. എന്ന സഹോദരങ്ങളെ, ഇതിനേക്കാളും പ്രധാനപ്പെട്ട നമ്മുടെ സ്വർഗ നരകങ്ങൾ തീരുമാനിക്കപ്പെടുന്ന ഈ ദീനിന്റെ കാര്യത്തുമ്പോ മാത്രം അതിപ്പോ എന്തായാലും കുഴപ്പമില്ല, ഇതിപ്പോ എങ്ങനെയും ജീവിച്ചാൽ മതി എന്നുള്ള ഒരു തോന്നലും കാഴ്ചപ്പാടും ആണ് നമ്മൾക്കുള്ളത് എങ്കിൽ വല്ലാഹി മാറ്റേണ്ടതുണ്ട്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഹദീസ്, അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസാണ്, നമുക്കൊക്കെ പരിചയമുള്ള അറിയുന്ന ഹദീസാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതും ആ ഒരു നരകമോചനാണ്. എന്തിനാ കഷ്ടപ്പെട്ട് രാത്രി നിന്ന് നിസ്കരിക്കുന്നത്? എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് ഫജ്ർ മുതൽ മഗ്രിബ് വരെ വിശപ്പുണ്ടായിട്ടും സഹിച്ചിട്ടും പട്ടിണി കിടന്ന് നോമ്പനുഷ്ഠിക്കുന്ന എന്തിനാ? ജോലി തിരക്കുണ്ടാവുമ്പോഴും കച്ചവടങ്ങൾ ഉണ്ടാവുമ്പോഴും അത് മാറ്റിവെച്ച് പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നത് എന്തിനാ? എല്ലാ കഷ്ടപ്പാടുകളും, രാത്രി നല്ല ഉറക്കവും ക്ഷീണവും പ്രയാസം ഉണ്ടാകുമ്പോഴും പടച്ച റബ്ബിന്റെ ഭവനത്തിൽ വന്നുകൊണ്ട് രാത്രിയും ജീവിപ്പിക്കുന്നത് എന്തിനാ? അവന്റെ ആഗ്രഹം ആ നരകമോചനാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതും ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നാണ്. ആ നരകമോചനമാണ് നമ്മളൊക്കെ കൊതിക്കുന്നതും. എന്നാൽ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു ഹദീസ്, അലാ ഇന്ന മൻ ഖബ്ലകും മിൻ അഹ്ലിൽ കിതാബി ഇഫ്തറഖു അലാ 72 മില്ല, നിങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന സമൂഹം
72 വിഭാഗമായി പിരിഞ്ഞു. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം പറയാൻ വ ഇന്ന ഹാദിഹിൽ മില്ലത സതഫ്തരിഖു അലാ 73. ഈ ഉമ്മത്തും ഈ മുസ്ലിം സമൂഹവും ഈ ഉമ്മത്തും 73 വിഭാഗമായി കക്ഷികളായി വേർതിരിയും. സിനതാനി വസബഊന ഫിന്നാർ. അതിൽ 72 നരകത്തിലാണ്. അതിൽ 72 നരകത്തിലാണ്. 72 വിഭാഗവും നരകത്തിലാണ്. വവാഹിദത്തുൻ ഫിൽ ജന്ന. അതിൽ ഒറ്റ ഒരു സംഘം മാത്രമേ സ്വർഗത്തിൽ ഉണ്ടാവുള്ളൂ. ഒരൊറ്റ വിഭാഗം മാത്രമേ സ്വർഗത്തിൽ ഉണ്ടാവുള്ളൂ. ഇത് ഇന്ന സംഘടനയാണോ ഇന്ന കൂട്ടാണ് എന്നല്ല, ഒരു വിഭാഗം. അള്ളാന്റെ റസൂലിന്റെ സ്വഹാബത്ത് ചോദിച്ചു, അവർക്കറിഞ്ഞാൽ മതി സ്വർഗത്തിലേക്ക് പോകുന്ന വിഭാഗം ഏതാണെന്ന്. 73 പിഴച്ച കക്ഷികളെ കുറിച്ചിട്ടും 72 പിഴച്ച കക്ഷികളെ കുറിച്ചിട്ടും വിശദമായി ചർച്ച ചെയ്യുന്നതിനപ്പുറം ഏതാണോ ആ വിജയിക്കുന്ന കക്ഷി, അൽ ഫിർഖത്തുൻ നാജിയ, ആ വിജയിക്കുന്ന കക്ഷികൾ ഏതാണ് എന്നറിയുകയും അവിടെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ സ്വർഗപ്രവേശനം, ഏത് സ്വർഗമാണോ സ്വഹാബത്ത് കൊതിച്ചതും പ്രവർത്തിച്ചതും അവര് നേടിയെടുത്തതും, ആ സ്വർഗപ്രവേശനം സാധ്യമാവണമെങ്കിൽ സ്വഹാബത്ത് ചോദിച്ചു, ഏതാണ് കൂട്ടർ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലമ? അള്ളാന്റെ റസൂലിന്റെ മറുപടി, മാ അന അലൈഹി വഅസ്ഹാബി. ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു നിലപാടിലാണോ, ഏതൊരു മൻഹജിലാണോ, ഏതൊരു വിശ്വാസത്തിലാണോ, ഏതൊരു കർമ്മത്തിലാണോ ഇന്ന് നിലകൊള്ളുന്നത്, ആ കൂട്ടർ, അതനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ, ആ പ്രകാരം ജീവിക്കുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ അവര് മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്ന് പറയുമ്പോ നിസ്സാരമല്ല കാര്യങ്ങള്. എല്ലാരും അത് പറയുന്നുണ്ട്. അവരവിടെ ക്ലാസ് എടുത്തുന്നുണ്ട്, ഇവരും ഖുർആൻ തന്നെയാ പറയുന്നത്, ഇവരും ഖുർആൻ ക്ലാസ് ആണ്, അപ്പൊ അവിടെ കുറച്ച് പോയിരിക്കുക, ഇവിടെ പോയിരിക്കുക, എല്ലാം കേൾക്കുക എന്നതിനപ്പുറം അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിഷയം വളരെ ഗൗരവമാണ്. 72 നരകത്തില ഇല്ലാ വാഹിദ, ഒരൊറ്റ കൂട്ടർ ഒഴികെ. ആ കൂട്ടരാണെന്ന് അറിയാനും പഠിക്കാനും നമ്മുടെ മേൽ നിർബന്ധമാണ്. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു ഹദീസ്, അള്ളാഹു റസൂൽ സ്വഹാബത്തിനോടൊപ്പം നമസ്കരിക്കാൻ അള്ളാഹു റസൂൽ ആ സംഘത്തോടൊപ്പം സ്വഹാബത്തിനോടൊപ്പം നിസ്കരിച്ചു. എന്നിട്ട് അവരിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഒരു സംസാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുകയാണ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സംസാരം കണ്ണുകൾ നനയിപ്പിക്കുന്ന, ഹൃദയങ്ങൾ സ്പർശിക്കുന്ന, ഹൃദയങ്ങൾ വിറപ്പിക്കുന്ന സംസാരം. അതിൽ ഒരാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് കഅന്ന ഹാദിഹി മൗഇളതു മുവദ്ദിഇൻ ഫമാദാ തഅഹദു ഇലൈനാ. ഇതൊരു യാത്ര പറച്ചിലുകാരന്റെ ഒരു വിടവാങ്ങൽ പ്രഭാഷണം പോലെ ഉണ്ടല്ലോ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫമാദാ തഅഹദു ഇലൈനാ, ഞങ്ങൾക്ക് നൽകാനുള്ള ഉപദേശം എന്താണ് റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം? അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഊസികും ബിത്തഖ്വല്ലാഹ്, നിങ്ങൾക്ക് പടച്ച റബ്ബിന്റെ തഖ്വ കൊണ്ട് ഉപദേശം നൽകുകയാണ്. വസംഇ വത്വാഅ വൈൻ അബ്ദൻ ഹബശിയൻ, ഒരു അബ്സീനക്കാരനായ ഒരു അടിമയാണ് നിങ്ങളുടെ നേതൃത്വത്തിൽ എത്തുന്നത് എങ്കിലും അവർക്ക് അനുസരണം, പൂർണ്ണമായി അവരെ കേൾക്കുകയും അനുസരിക്കുക എന്നുള്ളതും നിങ്ങളുടെ ബാധ്യതയാണ്. ഒരു നേതൃത്വം ഉണ്ടെങ്കിൽ, മുസ്ലിം ഭരണാധികാരി ഉണ്ട് എങ്കിൽ അവരെ അനുസരിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. അവർക്ക് എതിരെ ഇറങ്ങി പുറപ്പെടാതിരിക്കുക എന്നുള്ളതും മുസ്ലിമിന്റെ ബാധ്യതയായി അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാൻ, ഫഇന്നഹു മയഇശ് ബഅദി മയഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ. എനിക്ക് ശേഷം ജീവിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ഖിലാഫുകൾ കാണും, അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. ഉള്ളതിനും ഇല്ലാത്തതിനും എല്ലാ കാര്യങ്ങൾക്കും ഇന്ന് അഭിപ്രായ വ്യത്യാസങ്ങളാണ്. അഭിപ്രായ ഐക്യമല്ല, എല്ലാറ്റിനും അഭിപ്രായ വ്യത്യാസങ്ങളാണ്. നിസ്കാരത്തെ കുറിച്ചോ എന്ത് നിസ്സാരമായ കാര്യമാണെങ്കിലും അതിൽ ഒരുപാട് അഭിപ്രായങ്ങളാണ്. അല്ലാഹു റസൂൽ പറഞ്ഞതാണ്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം.
ഫഅലൈകും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇൽ മഹ്ദിയ്യീൻ റാഷിദീൻ. അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെ കൂട്ടം ആളുകൾ, നമ്മൾ അംഗീകരിക്കുന്ന പണ്ഡിതന്മാര്, നമ്മളെ സംഘടനക്കാര് അവര് പറയുന്നത് കേൾക്കാം എന്നതാണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അല്ല, ഫഅലൈകും ബിസുന്നതി, നിങ്ങൾക്ക് എന്റെ സുന്നത്തുണ്ട്, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യയുണ്ട്, വസുന്നതിൽ ഖുലഫാഇൽ മഹ്ദിയ്യീൻ റാഷിദീൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖുലഫാഉർ റാഷിദീങ്ങളും ആ സ്വഹാബത്തിന്റെയും വഴിയുണ്ട്. തമസ്സകൂ ബിഹാ, അതിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. തമസ്സകൂ ബിഹിമാ എന്നല്ല, ആ രണ്ടിനെയും എന്ന് അല്ലാഹു റസൂൽ വേർതിരിച്ച് പറഞ്ഞിട്ടില്ല. തമസ്സകൂ ബിഹാ, അതിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത്, ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്ത്, അതിനെ മുറുകെ പിടിക്കണം. വഅദ്ദു അലൈഹാ ബിന്നവാജിദ്, നിങ്ങളുടെ അണപ്പല്ല് കൊണ്ടതിനെ കടിച്ച് പിടിക്കണം. ആ സുന്നത്തിനെ മുറുകെ പിടിക്കണം. വഇയ്യാകും മുഹ്ദസാത്തുൽ ഉമൂർ, പുതുതായി നിർമ്മിക്കപ്പെടുന്ന ദീനിൽ പുതുതായി ഉണ്ടാക്കപ്പെടുന്നതിനെ കുറിച്ച് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് നൽകുകയാണ്. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ പുതുതായി ഉണ്ടാക്കുന്നതും ളലാലത്താണ്, എല്ലാ ബിദ്അത്തും ളലാലത്താണ്, എല്ലാ ളലാലത്തും നരകത്തിലേക്കുള്ളതാണ് എന്ന് ഇത്രയും തെളിഞ്ഞ ഒരു വഴിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾക്ക് മുമ്പിൽ ഇട്ടേച്ച് തന്നത്. ഈ ഒരു വഴിയാണ് നാം പറയുന്നത് മൻഹജുസ് സലഫ് എന്ന്. ഏതെങ്കിലും ഒരു പണ്ഡിതനിലേക്ക് ചേർത്ത് പറയുന്ന ഒന്നല്ല ഈ സലഫും സലഫിയത്തും മൻഹജ് എന്നുള്ളത്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹിലേക്കോ ഇബ്നു അബ്ദുൽ വഹാബിലേക്കോ ചേർത്ത് പറയുന്നതല്ല ഇത്. അതിനപ്പുറം ഏതൊരു വിഷയം ഉണ്ടാകുമ്പോഴും ആരാണ് നമ്മുടെ സലഫ്, ആരാണ് സലഫ്, എന്താണ് സലഫ് എന്ന് പറഞ്ഞാൽ, എന്താണ് മൻഹജ് എന്ന് പറഞ്ഞാൽ, മൻഹജ് ഭാഷയിൽ അത്വരീഖുൽ വാളിഹ, വ്യക്തമായ വഴി എന്നാണ് മൻഹജിനെ കുറിച്ച് പറയുക. അതേപോലെ രണ്ടാമത്തെ പദം സലഫ് എന്ന, സലഫ് എന്ന് പറഞ്ഞാൽ മുൻകടന്ന ആളുകൾ എന്നുള്ളതാണ്. ഇവിടെ നാം മുൻകഴിഞ്ഞ ആളുകൾ എന്ന് പറയുമ്പോൾ അള്ളാഹു തൃപ്തിപ്പെട്ട ഒരു സമൂഹം, 100 വർഷങ്ങൾക്ക് ഇപ്പുറമുള്ള ഒരു കൂട്ടമോ ഒരു സംഘമോ ഒരു കൂട്ടായ്മയോ അല്ല. അതിനപ്പുറം അള്ളാഹുവിന്റെ തൃപ്തി കിട്ടിയ, സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരു സംഘമുണ്ട്. അൽ ഖുറൂനുൽ മുഫദ്ദല, ശ്രേഷ്ഠമായൊരു സമൂഹം. ഒരു ചെറിയ ഉദാഹരണം പറയാം. നമ്മൾക്ക് മുമ്പിൽ ആയത്ത് ഹദീസ് ഒക്കെ ഉണ്ടാകുമ്പോ എങ്ങനെ ഇത് മനസ്സിലാക്കണം എന്നാണ് ചെറിയൊരു ഉദാഹരണം. ഒരു അധ്യാപകൻ ഒരു ക്ലാസ്സിലേക്ക് കയറി വരാൻ, ഒരു അറബി അധ്യാപകൻ ഒരു ക്ലാസ്സിലേക്ക് കയറി വന്ന് ബോർഡിൽ ഒരു വര വരയ്ക്കാൻ. അവിടെ ഉണ്ടായിരുന്ന കുറച്ച് കുട്ടികൾക്ക് അവർക്കറിയാം ഒരു അറബി അധ്യാപകൻ ഒരു ബോർഡിൽ ഒരു വര വരച്ച അതിന്റെ ഉദ്ദേശം അലിഫ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് വിദ്യാർത്ഥികൾ ആ ക്ലാസ്സിലേക്ക് കടന്നു വന്നു. ആ വിദ്യാർത്ഥികൾ ബോർഡ് നോക്കി പറയാണ്, ഇത് മാത്സിന്റെ അധ്യാപകൻ, കണക്ക് അധ്യാപകൻ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടി എഴുതിയതാണ്. കുറച്ച് കഴിഞ്ഞ് വേറെ കുറച്ച് വിദ്യാർത്ഥികൾ ശേഷം വന്നുകൊണ്ട് പറയാണ്, അല്ല ഇത് ഇംഗ്ലീഷിന്റെ അധ്യാപകൻ ഐ പഠിപ്പിക്കാൻ വേണ്ടി വരച്ചവരാണ്. മൂന്നാളും സംസാരിക്കുന്നത് ഒരു വരയെ കുറിച്ചാണ്. ഇതിൽ ആര് പറഞ്ഞതായിരിക്കും ശരിയായ വഴി, ശരിയായ വ്യാഖ്യാനം? ഈ 3 കൂട്ടം ആളുകളിൽ ആര് പറഞ്ഞതായിരിക്കും ഇതിന്റെ ശരിയായ വ്യാഖ്യാനം? 3 കൂട്ടർ ആളുകൾ കാണുന്നത് ബോർഡിൽ ഒരു വര വരച്ച. ഒന്നാമത്തെ കൂട്ടര് അവരുണ്ടാകുന്ന സദസ്സിലേക്കാണ് അധ്യാപകൻ വരുന്നത്. അവർക്ക് അധ്യാപകൻ, അറബി അധ്യാപകൻ അലിഫ് വരച്ചത് അലിഫാണ്, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം വന്ന ഒരു അധ്യാപകനെ കണ്ടിട്ടില്ല, അവര് വന്നിട്ട് ഒരു വര മാത്രം കാണുന്നുണ്ട്. അവർക്ക് തോന്നണ ഇത് എന്തായാലും മാത്സിൽ 1 എഴുതിയതാണ്. മറ്റൊരു കൂട്ടർ വന്നിട്ട് ഇത് ഐ ആണ്. 3 കൂട്ടരും കാണുന്നത് ഒരു ഐ അല്ലെങ്കിൽ ഒരു വരയാണ് എങ്കിൽ ഒരു ബുദ്ധിയുള്ള, ഒരു വിവേകമുള്ള ആളുകൾ ഏത് ഉൾക്കൊള്ളും? അധ്യാപകൻ നേരിട്ട് പഠിപ്പിച്ചു കൊടുത്ത ആ സദസ്സിലുണ്ടായിരുന്ന ആ വിദ്യാർത്ഥികൾ മനസ്സിലാക്കിയതാണ് അതിന്റെ ശരിയായ വ്യാഖ്യാനം. പരിശുദ്ധ ഖുർആനും ഇറങ്ങിയത് ഏതൊരു സമൂഹത്തിലേക്കാണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിനാണ് ആ പരിശുദ്ധ ഖുർആൻ പ്രവാചകൻ നേരിട്ട് പഠിപ്പിച്ചു കൊടുത്തത്. ഒരു ആയത്ത് കിട്ടിയാൽ
അതിന്റെ ശരിയായ വ്യാഖ്യാനം അറിയുക ആ ഒരു കൂട്ടർക്കാണ്. ശേഷം വരുന്ന ആളുകൾ ഇതിപ്പോ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ, ഇതിന്റെ വ്യാഖ്യാനം ഇങ്ങനെ എന്ന് പറഞ്ഞാൽ, അല്ല കൂട്ടരെ, പ്രവാചകൻ നേരിട്ട് പഠിച്ച ഒരു സമൂഹം അവിടെ ഇല്ലേ? അവരെന്താണ് അതിന്ന് മനസ്സിലാക്കിയത്? അതല്ലേ ശരിയായ വ്യാഖ്യാനം. ഒരു ഹദീസ് ഉണ്ടെങ്കിൽ ആ ഹദീസ് നേരിട്ട് പഠിച്ച, റസൂലിന് നേരിട്ട് കേട്ട ആളുകൾ ഉണ്ടല്ലോ, അവരെന്താ ഹദീസ് എന്ന് മനസ്സിലാക്കിയത്? അതല്ലേ അതിന്റെ ശരിയായ വ്യാഖ്യാനം. അതല്ലേ ശരിയാവുക. അത് മാത്രമേ ശരിയാവുള്ളൂ എന്നതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് പറയാൻ. അതാണ് സലഫുകൾ എന്ന് പറഞ്ഞാൽ ആ സ്വഹാബത്തിന് പഠിച്ച താബിഈങ്ങളും ശേഷം പഠിച്ച തബഉ താബിഈങ്ങളും, ഈ ഉത്തമ നൂറ്റാണ്ടിലുള്ള ആളുകൾ അള്ളാഹുവിന്റെ ഗ്രന്ഥം, പരിശുദ്ധ കലാം, ഖുർആൻ കേട്ടാൽ, ഹദീസുകൾ അവരെങ്ങനെ മനസ്സിലാക്കിയോ ആ മനസ്സിലാക്കൽ, ആ ഫഹ്മ്, ആ മനസ്സിലാക്കലിലൂടെ ദീന് പഠിക്കലാണ് നാം പറയുന്ന സലഫും മൻഹജു സലഫും. അത് മാത്രമേ ശരിയാവുള്ളൂ. ഇന്ന് പല ആളുകളും അവർക്ക് വേണ്ടതിന് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തെടുക്കുക, അവർക്ക് വേണ്ട പോലെ വ്യാഖ്യാനിക്കുക. സിഹറിനെ നിഷേധിക്കാനുള്ള ആളുകളും ഈ ആയത്ത് ആരാണ് കേട്ടത്? റസൂലിന്റെ സ്വഹാബത്താണ് ഈ ആയത്ത് കേട്ടതും പഠിച്ചതും. അവരെന്താ ആയത്ത് നിന്ന് മനസ്സിലാക്കിയത്? ചില ആളുകൾ നബിദിനം കഴിക്കാൻ വേണ്ടി ആയത്തോതാൻ, പരിശുദ്ധ ഖുർആൻ ആയത്തോതാണ്. ഈ കേട്ട സ്വഹാബത്ത് അവിടെ ഉണ്ടായിട്ടില്ലേ? ആ ആയത്തിൽ നിന്ന് അവർ നബിദിനം കഴിക്കാനുള്ള തെളിവ് കണ്ടെത്തിയോ? ആയത്ത് കേട്ടിട്ടും അവരൊരു ജീവിതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നബിദിനം ആഘോഷിക്കാൻ അവർ നേതൃത്വം നൽകിയോ? അവർക്കെന്ത് പ്രവാചകനോട് സ്നേഹം ഉണ്ടായില്ലേ? അവർക്കെന്ത് ആയത്ത് തിരിഞ്ഞില്ലേ? അവർക്കെന്തേ ഈ പ്രവാചകനോടുള്ള മഹബത്തും ഒന്നും ഉണ്ടാവാത്ത കൂട്ടരാണോ? അത്ര വ്യക്തമാണ്. ഒരു ആയത്തുണ്ടെങ്കിൽ, ഒരു ഹദീസ് ഉണ്ടെങ്കിൽ അതിനെ സ്വഹാബത്ത് എങ്ങനെ മനസ്സിലാക്കി ആ ഫഹ്മിൽ നിൽക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതിലൂടെ മാത്രമേ വിജയിക്കുകയുള്ളൂ. ഇസ്ലാം മനസ്സിലാക്കാനും പ്രായോഗികവൽക്കരിക്കാനും അവര് മനസ്സിലാക്കിയ ആ വഴിയിലൂടെ സഞ്ചരിക്കുക എന്നതിനാണ് സലഫി മൻഹജ് എന്ന് പറയുന്നത്. ഏതാണ് ആ കൂട്ടർ? അള്ളാഹു പറഞ്ഞതുപോലെ അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദു അൻ. അള്ളാഹു തൃപ്തിപ്പെട്ട കൂട്ടർ, പടച്ച റബ്ബിന്റെ തൃപ്തി ലഭിച്ചു എന്ന് അള്ളാഹു സർട്ടിഫിക്കറ്റ് കൊടുത്ത കൂട്ടർ, സ്വർഗമുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ നാവ് കൊണ്ട് സ്വർഗപ്രവേശനത്തിന്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ച ആളുകൾ, അവർ ഏതൊരു വഴിയിലാണോ ആ സ്വർഗം നേടിയെടുത്തത്, ആ വഴിയിലൂടെ മാത്രമേ നമ്മൾക്ക് സ്വർഗം നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ മുഹാജിരിങ്ങളെ കുറിച്ച് പറയുന്ന സൂറത്തുൽ ഹശ്റിലെ 8-ാമത്തെ വചനം, ലിൽ ഫുഖറാഇൽ മുഹാജിരീന അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം വഅംവാലിഹിം യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിദ്വാന. പടച്ച റബ്ബിന്റെ തൃപ്തിയും പ്രതീക്ഷയോടുകൂടി സ്വന്തം വീടും നാടും കുടുംബവും വിട്ടെറിഞ്ഞു പോയ മുഹാജിരീങ്ങളായ ആളുകൾ, അവരെ സ്വീകരിച്ച വല്ലദീന തബവ്വഉദ്ദാര വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം. അവരിലേക്ക് ഹിജ്റ വന്ന ആ മുഹാജിരീങ്ങളെ സ്നേഹിക്കുകയും സ്വീകരിക്കുകയും അവർക്കെല്ലാം പകുത്തു നൽകുകയും ചെയ്ത ആ ഒരു അൻസ്വാരികൾ, മുഹാജിറുകളും അൻസ്വാരികളും അവരിന് ശേഷം വന്ന മുഅ്മിനീങ്ങളായ സ്വഹാബത്തിന്റെയും പടച്ച റബ്ബിന്റെ തൃപ്തി ലഭിച്ച, അള്ളാഹു തൃപ്തിപ്പെട്ട ആ ആളുകളുടെ വഴിയാണ് പ്രിയപ്പെട്ടവരെ നാം സ്വീകരിക്കേണ്ടത്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ഏറ്റവും ഉത്തമമായ സമൂഹമെന്ന് പടച്ച റബ്ബ് സൂറത്ത് ആൽ ഇംറാനിലെ 110-ാമത്തെ വചനത്തിൽ പറഞ്ഞ ആ ഉത്തമമായ സമൂഹം, ആ സമൂഹത്തിന്റെ വിശ്വാസത്തിലേക്ക്, അഖീദയിലേക്ക്, ആ മൻഹജിലേക്ക് ആണ് നാം പോവേണ്ടത്. അവർ വിശ്വസിച്ചത് വിശ്വസിക്കാൻ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ബർസഖിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു.
മഹ്ശറിനെ കുറിച്ച് പറഞ്ഞെടുത്തു, സിറാത്തിനെ കുറിച്ച് പറഞ്ഞെടുത്തു. അതിപ്പോ നമ്മളെ യുക്തിക്കും നമ്മളെ ബുദ്ധിക്കും ഇന്നത്തെ കാലത്ത് ഇതിപ്പോ എങ്ങനെ പറയാ, ഇതിപ്പോ എങ്ങനെ ആൾക്കാർ മനസ്സിലാക്കുക? ഒരു ഗൈബിയായിട്ടുള്ള കാര്യം, ഒരു വിശ്വാസപരമായിട്ടുള്ള കാര്യം അവരിലേക്ക് റസൂല് പകർന്നെടുത്തപ്പോ അവർ ഏത് രീതിയിലാണ് ഇതിനെ ഉൾക്കൊണ്ടത്, അവരേതൊരു രീതിയിലാണ് അതിനെ സ്വീകരിച്ചത്? സമഅനാ വഅതഅനാ, കേട്ടു വിശ്വസിച്ചു. അള്ളാഹുവിന്റെ നുസൂല്, അള്ളാഹുവിന്റെ വജ്ഹ്, പടച്ച റബ്ബിന്റെ വജ്ഹിനെ കുറിച്ച് പറയുന്നത് ഏത് രൂപത്തിലാണോ പറഞ്ഞത് അപ്രകാരം വിശ്വസിക്കുക. അള്ളാഹുവിന്റെ ഇസ്തിവാഇനെ കുറിച്ച് പറയുമ്പോൾ ഏത് രൂപത്തിലാണോ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അത് പഠിപ്പിക്കുന്നത്, സ്വഹാബത്തിന് റസൂൽ ഏത് രൂപത്തിലാണോ പഠിപ്പിച്ചത്, അൽ ഇസ്തിവാ മഅലൂം മഅലൂം വകൈഫിയത്ത് മജ്ഹൂൽ. ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ അൽ ഇസ്തിവാ മഅലൂം, അറിയപ്പെട്ടതാണ്, വകൈഫിയത്ത് മജ്ഹൂൽ, അത് എങ്ങനെയാണ് എന്ന് നമ്മൾക്കറിയില്ല. വൽ ഈമാനു ബിഹി വാജിബുൻ വസ്സുആലു അൻഹു ബിദ്അത്തുൻ, അതിൽ വിശ്വസിക്കൽ ഓരോരുത്തർക്കും നിർബന്ധമാണ്, അതിനെ കുറിച്ചുള്ള അനാവശ്യ ചോദ്യങ്ങൾ അത് ബിദ്അത്തുമാണ് എന്ന് മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ അവിടെ നിൽക്കുക. ഈമാനികമായ കാര്യങ്ങൾ ഏത് രൂപത്തിലാണോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത് അവർ സ്വീകരിച്ചു, അവിടെ നമ്മൾ നിൽക്കുക. ഏത് രൂപത്തിലാണോ അവർ മനസ്സിലാക്കിയത് ആ മനസ്സിലാക്കുന്നതിൽ നിൽക്കാനും, അവർ ഏത് ദീനാണോ അവർ സ്വീകരിച്ചത്, ഏതൊരു വിശ്വാസമാണോ അവർ ഉൾക്കൊണ്ടത്, ഏത് രൂപത്തിലാണോ അവരുടെ കർമ്മങ്ങൾ, നിസ്കാരങ്ങൾ, നോൻപുകൾ, ഇബാദത്തുകൾ, സുന്നത്തുകൾ ഏതൊരു രൂപത്തിലാണോ ആ സ്വഹാബത്ത് ചെയ്തത്, അവർ മനസ്സിലാക്കിയത്, അവരുടെ പെരുമാറ്റ രീതികൾ, അവരുടെ സംസ്കാരം, അവരുടെ സ്വഭാവ മര്യാദകൾ, അതും ഈ സുന്നത്തിന്റെ ഭാഗമാണ്, ഇതും സലഫിയത്തിന്റെ ഭാഗമാണ്. പലപ്പോഴും അവിടെ എത്തുമ്പോ മാത്രം ഒക്കെ നിസ്കാരം, അഖീദന്റെ കാര്യം, നിസ്കാരത്തിന്റെ കാര്യം ഒക്കെയാണ്. അതിനപ്പുറം അതിനോടൊപ്പം അവരുടെ സ്വഭാവ മര്യാദകളും, മുഹാജിറുകളുടെ സ്വഭാവം, അൻസ്വാറുകളുടെ സ്വഭാവം, അവരുടെ പെരുമാറ്റ രീതികൾ, അതും കൂടി ഈ സലഫിയത്തിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഉദാഹരണമായി റബീഉൽ അവ്വൽ 12 വരുമ്പോ അവരെങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? അവർ പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് കേട്ട് അവരതിൽ നിന്ന് നബിദിനം ആഘോഷിക്കാനുള്ള തെളിവ് കണ്ടെത്തിയോ? റമളാൻ 27 വരുമ്പോ അവർ പള്ളിയിലേക്കാണോ അല്ല പാടത്തേക്ക് സ്വലാത്ത് മജ്ലിസുമായിട്ടാണോ പോയത്? നമ്മൾ ആലോചിക്കുക, പരിശോധിക്കുക. അവര് നിസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ കൂട്ടുപ്രാർത്ഥന നടത്തുന്ന വിഷയം, കുതുബിയത്തും റാത്തീബുകളും മൗലൂദും നമ്മൾ പരിശോധിക്കുക. നമ്മള് അള്ളാഹു ഗ്യാരണ്ടി ചെയ്ത ഒരു സമൂഹം അവിടെ ഉണ്ട്. അവര് സ്വീകരിച്ച രീതി ഈ കാര്യങ്ങളിലൊക്കെ അവര് ചെയ്തിട്ടുണ്ടോ? അവര് പിൻപറ്റിയിട്ടുണ്ടോ? അവരാചരിച്ചിട്ടുണ്ടോ? റമളാൻ 27 അവർ ഏത് മൈതാനത്തായിരുന്നു, ഏത് സ്വലാത്ത് മജ്ലിസിലായിരുന്നു? നമ്മൾ പരിശോധിക്കുക. അവർ ചെയ്തിട്ടുണ്ടോ? നമ്മൾക്കും ചെയ്യാം. അവരിൽ നിന്ന് അങ്ങനൊരു മാതൃകയില്ലേ? ഇല്ല. എങ്കിൽ എന്താണ് അവരുടെ മാതൃക? പള്ളിയിൽ വന്ന് ഇഅ്തികാഫിലായിരുന്നു അവരെങ്കിൽ ആ സുന്നത്തിനെ അണപ്പല്ല് കൊണ്ട് മുറുക്കി പിടിക്കുക, ആ സുന്നത്തിനെ. അവിടെയായിരിക്കും പ്രിയപ്പെട്ടവരെ വിജയിക്കുക എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 137-ാമത്തെ വചനം ഇത് ഈ ഒരു മൻഹജിനെ, അവരുടെ വഴിയെ സ്വീകരിക്കണം എന്ന് പറയുന്നതിനുള്ള പരിശുദ്ധ ഖുർആനിലുള്ള തെളിവ്. ഫൈൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. നിങ്ങൾ ഹിദായത്താണോ പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ഈ വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിച്ചിരുന്നാൽ അവർ നേർമാർഗത്തിലായി കഴിഞ്ഞു. നിങ്ങൾ വിശ്വസിച്ചതുപോലെ, അഥവാ സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ അവർ നേർമാർഗത്തിലായി കഴിഞ്ഞു. അപ്പൊ നാം വിശ്വസിക്കേണ്ടത്, ഹിദായത്തിലാവണമെങ്കിൽ നാം സ്വീകരിക്കേണ്ടത് ആ സ്വഹാബത്ത് വിശ്വസിച്ച ആ വിശ്വാസത്തിലേക്ക് വരിക എന്നുള്ളതാണ്. സ്വഹാബത്ത് ഒരിക്കലും അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിആനത്ത് നടത്തി നമ്മൾക്ക് കാണാൻ സാധിക്കില്ല. ഇബാദത്തിന്റെ ഇനങ്ങൾ ഏതൊന്നു പോലും പടച്ചവനല്ലാതെ ഒരു പടപ്പിലേക്കും കൊടുത്ത് നമ്മൾക്ക് കാണാൻ സാധിക്കില്ല. ഖബർ ശിക്ഷയും പരലോകവും സിറാത്തിനെയും അവര് നിഷേധിച്ചതോ ചോദ്യം ചെയ്തതോ നമ്മൾക്ക് കാണാൻ സാധിക്കില്ല. അള്ളാഹുവിന്റെ റസൂൽ ഏതു കാര്യം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തുവോ അതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് നാം സ്വീകരിക്കേണ്ട വഴിയും മാർഗവും. നമ്മുടെ നാട്ടിൽ ഒരുപാട് സംഘങ്ങളും സംഘടനകളും വിഭാഗങ്ങളുണ്ട്. അവരൊക്കെ പരിശോധിച്ച് നോക്കുക, അവരൊക്കെ കമ്പയർ ചെയ്യുക. അവർ ചെയ്യുന്ന
അവര് സ്വീകരിക്കുന്ന കർമ്മങ്ങൾ, വിശ്വാസങ്ങൾ സ്വഹാബത്തിനുമായി താരതമ്യപ്പെടുത്തി നോക്കുക. സ്വഹാബത്തിന് ഇത്തരത്തിലുള്ള വിശ്വാസം ഉണ്ടായിരുന്നോ? അവർക്ക് ഇത്തരത്തിലുള്ള വിശ്വാസവും മൻഹജും കർമ്മങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത് ആണ് എങ്കിൽ അതാണ് ശരിയായ വഴി. അതിന് പുറമെ പുതുതായി ഉണ്ടാക്കപ്പെട്ട ഏതൊരു ആചാരവും വിശ്വാസവും ആണോ അവർ പറയുന്നത്, അത് പിഴച്ചതാണ്. ഒരു വ്യക്തിയിലേക്കും ചേർത്ത് പറയുന്നതല്ല സലഫിയത്ത്. മൗദൂദിയിലേക്ക് ചേർത്ത് പറയുന്ന ഇവിടെയുള്ള ജമാഅത്ത് ഇസ്ലാമിക്കാരെ പോലെ അല്ല നമ്മൾക്ക് പറയാനുള്ളത്. സ്വഹാബത്തിനെ പോലെ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവരുടെ വഴി, ആ വഴിയിലേക്ക് വരിക എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഇന്നല്ലാഹ നളറ ഫീ ഖുലൂബിൽ ഇബാദ് ഫവജദ ഖൽബ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൈറ ഖുലൂബിൽ ഇബാദ്. അല്ലാഹു മനുഷ്യ ഹൃദയങ്ങളിലേക്ക് നോക്കി, അതിൽ ഏറ്റവും ഖൈറായ ഹൃദയമായി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹൃദയത്തെ കണ്ടു. ആ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പടച്ച റബ്ബ് റിസാലത്ത് കൊടുത്തു. അതിനുശേഷം മറ്റു മനുഷ്യരുടെ, പ്രവാചകന്മാരെ കഴിഞ്ഞ് മറ്റു മനുഷ്യരുടെ കൂട്ടത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആളുകളുടെ ഖുലൂബി അസ്ഹാബിഹി ഖൈറ ഖുലൂബിൽ ഇബാദ്, അവരുടെ ഹൃദയങ്ങൾ ഏറ്റവും പരിശുദ്ധമായ ഹൃദയമായി കണ്ടു. അവരെ പടച്ച റബ്ബിന്റെ റസൂലിന്റെ സ്വഹാബികളായി പടച്ച റബ്ബ് തെരഞ്ഞെടുത്തു. ആ സ്വഹാബത്ത് ഏതൊന്ന് നന്മയായി കണ്ടോ അത് പടച്ച റബ്ബിന്റെ അടുക്കൽ നന്മയാണ്. ആ സ്വഹാബത്ത് ഏതൊന്ന് മോശമായി കാണുന്നുവോ അത് പടച്ച റബ്ബിന്റെ അടുക്കൽ മോശമാണ്. റസൂൽ സൂറത്തുൽ നിസായിലെ 115-ാമത്തെ വചനം, റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ മാർഗം, അതിന് വ്യക്തമായ ഹുദ, വഴി, മാർഗം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം അല്ലാഹുവിന്റെ റസൂലിന്റെയും മുഅ്മിനീങ്ങളുടെയും വഴിയല്ലാത്തൊരു വഴി ആരെങ്കിലും തെരഞ്ഞെടുക്കുകയാണെങ്കിൽ നുവല്ലിഹി മാ തവല്ല, അവർ തിരിഞ്ഞെടുത്തേക്ക് പടച്ചോൻ അവരെ തിരിച്ചു കളയും. വനുസ്ലിഹി ജഹന്നം, ആ വഴി ചെന്നെത്തുക നരകത്തിലേക്കുമായിരിക്കും. റസൂലിന്റെ ആ സ്വഹാബത്തിന്റെ വഴി വിട്ടുകൊണ്ട് ഏതെങ്കിലും വഴി, ഏതെങ്കിലും മാർഗം, ഏതെങ്കിലും രീതി നാം സ്വീകരിക്കുകയാണെങ്കിൽ ആ രീതി മുഴുവൻ എത്തുക നരകത്തിലേക്കായിരിക്കുമെന്ന് പടച്ച റബ്ബിന്റെ താക്കീതാണ്. നമ്മുടെ വല്ലിപ്പന്മാര്, നമ്മൾ കാലങ്ങളായി കാരണവന്മാരായി, നമ്മളെ തലമുറകളായി, നമ്മൾ ചെറുപ്പം മുതലേ കേട്ട് വന്നല്ലേ, ഇത്ര വർഷമായി നമ്മൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ പുതിയൊരു കാര്യം ഓൻക്ക് മാത്രമേ ഇതൊക്കെ തിരിഞ്ഞുള്ളൂ, ഓർക്ക് മാത്രമേ ഇതൊക്കെ മനസ്സിലായുള്ളൂ, ഒരു പുതിയതൊന്നായിട്ട് വരാം എന്നൊക്കെ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടാവും. നാം മനസ്സിലാക്കേണ്ടത് ഖുർആനും സുന്നത്തും സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അവിടേക്ക് മാറാൻ, അതിലേക്ക് മനസ്സ് പാകപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് നമുക്ക് നിർബന്ധമാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ബുദ്ധിയും നമ്മുടെ ചിന്തയും അതിനനുസരിച്ച് പാകപ്പെടുത്തിയെടുക്കാൻ ആ ഖുർആനും ഹദീസും സ്വഹാബത്ത് മനസ്സിലാക്കിയെടുത്ത് നിൽക്കാനുള്ള മനസ്സ് പാകപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് നമ്മൾക്ക് നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബാക്കൾ, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഖവാരിജുകൾ 6000-ഓളം ആളുകൾ ഖവാരിജുകളായി ദീനിൽ നിന്ന് ആ ഒരു ഭരണകൂടത്തിനെതിരെ പുറപ്പെടാൻ വേണ്ടി അവരൊരു സംഗമിച്ച സമയത്ത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹുവിന്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് പറയുന്നുണ്ട്, ഞാൻ അവരോട് പോയി ഒന്ന് സംസാരിക്കട്ടെ, താങ്കൾ അനുമതി നൽകിയാലും യാ അമീറൽ മുഅ്മിനീൻ അബ്രിദ് ബിസ്സലാത്ത്, ആ ദുഹർ നമസ്കാരം ഒന്ന് വൈകിപ്പിച്ച് നമസ്കരിക്കാമോ? ഞാൻ അവരുടെ അടുക്കലേക്ക് പോയി സംസാരിച്ചു കൊള്ളാം. ഇന്നി അഖാഫുഹും അലൈക്, അലി റളിയല്ലാഹു അൻഹു പറയാണ്, അവരെ നിങ്ങൾ ഉപദ്രവിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. കല്ലാ, ഇല്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞ് ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് ഏറ്റവും നല്ല രീതിയിൽ ആ ഖവാരിജുകളോടൊപ്പം ദീനിൽ നിന്ന് പിഴച്ചു പോയ ആ കക്ഷികളുടെ അടുത്തിലേക്ക് മഹാനായ
അബ്ബാസ് റളിയല്ലാഹു ഇബ്നു അബ്ബാസ് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോയിട്ട് പറയുന്ന ചില സംഭവങ്ങളുണ്ട്. സുദീർഘമായ ചരിത്രമാണ്, നമ്മൾക്ക് സമയപരിമിതി പോലും ചുരുക്കുകയാണ്. അദ്ദേഹം അവിടെ അടുക്കലേക്ക് പോയിട്ട് പറഞ്ഞ വാക്കുകളുണ്ട്. അതൈതുകും മിൻ ഇൻദി അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ മുഹാജിറൂന വൽ അൻസാർ. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിന്റെ അടുക്കൽ നിന്നാണ് ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നത്. ഖവാരിജികളോട് പോയി പറയാണ്, ഞാൻ വരുന്നത് സ്വഹാബാക്കളുടെ അടുക്കൽ നിന്നാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പിതൃവ്യ പുത്രന്റെ അടുക്കൽ നിന്നാണ് ഞാൻ നിങ്ങളിലേക്ക് വരുന്നത്. അവർക്കാണ് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. ഫഹും അഅലമു ബിതഅവീലിഹി മിൻകും. നിങ്ങളെക്കാൾ ആ ഖുർആനിന്റെ വ്യാഖ്യാനം അറിയുന്നത് ആ സ്വഹാബാക്കളാണ്. ഇതിൽ ഹുക്കും ഇല്ലാ ലില്ലാഹ് എന്ന ആയത്തോതി ആളുകൾക്ക് വിധി കൽപ്പിക്കാനുള്ള അവകാശമില്ല, അതുകൊണ്ട് ഇവർ പിഴച്ചു പോയിരിക്കുകയാണ്, ഇവർ കാഫിറുകളായി കഴിക്കുകയാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച ആളുകളുടെ അടുക്കലേക്ക് പോയി പറയാണ്, ഞാൻ സ്വഹാബത്തിന്റെ അടുക്കൽ നിന്നാണ് വരുന്നത്, മുഹാജിറുകളുടെയും അൻസ്വാറുകളുടെ നിന്നാണ് വരുന്നത്. ആ ആയത്തുകൾ നിങ്ങളെക്കാൾ നല്ല നിലയിൽ അതിന്റെ വ്യാഖ്യാനം അറിയുന്നത് അവരാണ്. വലൈസ ഫീകും മിൻഹും അഹദ്. നിങ്ങളെ കൂട്ടത്തിൽ ഒരൊറ്റ സ്വഹാബി പോലും ഇല്ല. ഈ 6000-ഓളം വരുന്ന ആളുകളെ കൂട്ടത്തിൽ ഒരൊറ്റ സ്വഹാബി പോലും ഇല്ല. എന്നിട്ട് അദ്ദേഹം നിങ്ങളുടെ അടുക്കലുള്ള വാർത്ത ഞാൻ അവർക്ക് അറിയിച്ചു കൊടുക്കുകയും അവരിൽ നിന്നുള്ള മെസ്സേജുകൾ സന്ദേശം നിങ്ങൾക്ക് എത്തിച്ചു തരികയും ചെയ്തു എന്ന് പറഞ്ഞ് 3 കാര്യങ്ങൾ അവര് പറയുകയും ഓരോന്നിനും കൃത്യമായി പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ അവരെ തിരുത്തി കൊടുക്കുന്നത് ചരിത്രത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. സമയം ദൈർഘ്യം കൊണ്ട് ചുരുക്കുകയാണ്. നാം ജീവിതത്തിൽ ആരെയെങ്കിലും മാതൃകയാക്കേണ്ടതുണ്ട് എങ്കിൽ അത് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ മൻ കാന മുസ്തന്നൻ ഫൽയസ്തന്ന ബിമൻ ഖദ് മാത്. നിങ്ങൾ ആരെയെങ്കിലും മാതൃകയായി സ്വീകരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ മരിച്ചു പോയ, നിങ്ങൾക്ക് മുമ്പിൽ കടന്നു പോയ ആ സ്വഹാബാക്കളെ നിങ്ങൾ മാതൃകയാക്കണം. കാനു അഫ്ളലു ഹാദിഹിൽ ഉമ്മ. കാരണം ഈ സമൂഹത്തിലെ ഏറ്റവും ഉത്തമരായ ആളുകൾ അവരായിരുന്നു. ഏറ്റവും ശുദ്ധമായ ഹൃദയത്തിന്റെ ഉടമകൾ അവരായിരുന്നു. ദീനിനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവരും അവരായിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ്, ഈ ലോക അവസാനിക്കുമ്പോൾ, ലോക അവസാനത്തിന്റെ അവസാന കാലത്ത് ലാ യഖ്ബിലുൽ ഇൽമ ഇൻതിസാഅൻ യൻതസിഉഹു മിനൻ നാസ്. ഈ അറിവിനെ പടച്ചറബ് ഒറ്റയടിക്ക് ഊരിയെടുക്കൂല. വലാകിൻ യഖ്ബിലുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ. പക്ഷേ പണ്ഡിതന്മാരെ, ഉലമാക്കളെ മരിപ്പിക്കുന്നതിലൂടെയാണ് അറിവിനെ പടച്ചറബ് തിരിച്ചെടുക്കുക. ഹത്താ ഇദാ ലം യത്രുക് ആലിമൻ ഇത്തഖദന്നാസു റൂസൻ ജുഹാല. അങ്ങനെ പണ്ഡിതന്മാർ ബാക്കിയില്ലാതിരിക്കുമ്പോ ആളുകൾ അവരുടെ കൂട്ടത്തിൽ വിവരില്ലാത്ത ആളുകൾ അവരുടെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരും. വസുഇലു ഫഅഫ്തു ബിഗൈരി ഇൽമിൻ. അവരോട് ചോദ്യങ്ങൾ ചോദിക്കപ്പെടും, ഫത്വകൾ ചോദിക്കപ്പെടും, അവർ ഫത്വകൾ നൽകും. ബിഗൈരി ഇൽമിൻ, അറിവില്ലാതെ. ശരിയായ പരിശുദ്ധ ഖുർആനും ഹദീസിന്റെയും വ്യാഖ്യാനം സ്വഹാബകൾ മനസ്സിലാക്കിയത് അറിയാതെ അവർ എന്തറിയും, ഫത്വകൾ കൊടുക്കും. ഫളല്ലു വഅദല്ലു. അവർ സ്വയം പിഴക്കുകയും മറ്റുള്ളവരെ പിഴപ്പിക്കുകയും ചെയ്യുമെന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിർമിദി ഉദ്ധരിച്ച ഒരു ഹദീസിൽ പറയും നമ്മൾക്ക് കാണാൻ സാധിക്കും. അതല്ല ഇന്ന് പലപ്പോഴും കാണുന്നത്, ഓരോരുത്തരും മുഫ്തിമാരാണ്, ഓരോരുത്തരും സ്വന്തമായി ചാനലുകളും ഫത്വകളും നിർദ്ധാരം കൊടുക്കുന്ന അവസ്ഥയാണ്. അവർക്ക് തോന്നിയതുപോലെ ഒരു ആയത്തോതി എനിക്കിങ്ങനെ തോന്നി, ആ ഫത്വ കൊടുക്കുക. ഒരു ഹദീസ് കണ്ടു, എനിക്കിങ്ങനെ മനസ്സിലായി, ഫത്വ കൊടുക്കുക. ഒരു വല്ലാത്ത അവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ, നാം സൂക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ലാ യുസ്ലിഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സ്വലഹ ബിഹി അവ്വലുഹാ. ഈ ഉമ്മത്തിന്റെ തുടക്കം ഏതൊന്നുകൊണ്ടാണോ നന്നായത്, അതുകൊണ്ട് മാത്രമേ ഈ ഉമ്മത്തിന്റെ അവസാനവും
നന്നാവുകയുള്ളൂ. ആ സുന്നത്ത്, ആ ഖുർആനിലേക്ക്, ആ ഹദീസിലേക്ക്, ആ ഖുർആനും ഹദീസും എപ്രകാരമാണോ സ്വഹാബാക്കൾ മനസ്സിലാക്കിയത് അതിലേക്ക് തിരിച്ചു വരാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. ഇതിന്റെ അടിസ്ഥാനങ്ങൾ ദീന് പഠിക്കുക എന്നുള്ളതാണ്, മതം പഠിക്കുക എന്നുള്ളതാണ് സലഫിയത്തിന്റെ അടിസ്ഥാനവും. പള്ളികൾ, നമ്മുടെ മസ്ജിദുകൾ ദീൻ പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളായി മാറണം. പൊതു പ്രഭാഷണങ്ങൾക്കും അതിനപ്പുറം ദീൻ പഠിക്കാൻ ഓരോരുത്തരും പരിശുദ്ധ ഖുർആൻ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി പഠിക്കുന്ന അവസ്ഥകൾ നമ്മുടെ നാടുകളിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഈ ദീനിനെ, യഥാർത്ഥ ദീനിനെ പഠിക്കാനുള്ള പരിശ്രമങ്ങൾ, ഒരു ആയത്തൊരാൾ പറയുന്ന കേട്ടാല്, ഒരു ഹദീസ് പറയുന്ന കേട്ടാല് ഒരു തിരിച്ച് ചോദിക്കാം, സ്വഹാബാക്കൾ ഇങ്ങനെയാണോ ആയത്തെന്ന് മനസ്സിലാക്കിയത്? അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ആയിരുന്നോ? ഓരോ കർമ്മങ്ങളും, ഓരോ വിഭാഗങ്ങളും, അവരുടെ വാദങ്ങളും നമ്മൾ എടുക്കുക, എന്നിട്ട് സ്വഹാബാക്കളിലേക്ക് താരതമ്യപ്പെടുത്തി അവരിതിനങ്ങനെ മനസ്സിലാക്കിയോ എന്ന് മനസ്സിലാക്കുക. അവരേതൊരു രീതിയിലാണോ പടച്ചിറപ്പിന്റെ തൃപ്തി വാങ്ങിയത്, അവരേതൊരു സ്വർഗത്തിലേക്കാണോ ആനയിക്കപ്പെട്ടത്, ആ സ്വർഗത്തിലേക്ക് നമ്മൾക്കെത്താൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ എന്ന് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കുക. അത്തരത്തിൽ ജീവിക്കുക. പടച്ചിറപ്പ് അതനുസരിച്ച് ജീവിക്കാനും ആ ഖുർആനും സുന്നത്തും സ്വഹാബാക്കൾ മനസ്സിലാക്കിയ പോലെ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സൽക്കർമ്മങ്ങൾ, നമ്മുടെ ഇബാദത്തുകൾ എല്ലാം പടച്ചിറപ്പ് സ്വീകരിക്കുന്ന, അവൻ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മമാക്കി തീർക്കുമാറാകട്ടെ. റമളാൻ കഴിയുമ്പോൾ പാപങ്ങളിൽ നിന്ന് മുക്തമായി